ഗർഭപാത്രത്തിലൊരു മുഴയുണ്ട്, അത് ക്യാൻസർ ആണെന്ന് പറഞ്ഞു. 15 ദിവസത്തിന് ശേഷം അത് കുറയുമെന്ന് പറഞ്ഞു. കുറഞ്ഞായിരുന്നു. പിന്നെ വിശപ്പൊക്കെ ഉണ്ടാവാൻ തുടങ്ങി. ഇതിനു മുൻപ് ഒരു പകുതി ഇഡലിയെ കഴിച്ചിരുന്നുള്ളൂ. ഇപ്പം നന്നായി കഴിക്കാൻ തുടങ്ങി. യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ. നമ്മുടെ കൂടെയുള്ള പേഷ്യന്റ് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. പേഷ്യന്റും റിലേറ്റീവും ഉണ്ട് നമ്മുടെ കൂടെ. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇവിടെ വന്നതിന് ശേഷം ഇവർക്കുണ്ടായ മാറ്റങ്ങളെ പറ്റിയും ഇതിനു മുമ്പുണ്ടായ ബുദ്ധിമുട്ടിനെ പറ്റിയും നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. സാർ നമസ്കാരം. സാറിന്റെ പേര്? ബാബു റെഡ്ഡി. പേഷ്യന്റ് ആരാ സാറിന്റെ? എൻ്റെ അമ്മ. അമ്മയുടെ പേരെന്താ? കളകമ്മ. ഓക്കെ. എത്ര വയസ്സുണ്ട്? 70 വയസ്സ്. ഓക്കെ. എവിടെ നിന്നാ വരുന്നത്? കടപ്പണ്ണിൽ നിന്ന് വരുന്നു. ഓക്കെ. സാർ, അമ്മയ്ക്ക് എന്ത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്? ഗർഭപാത്രത്തിൽ മുഴ ഉണ്ടായിരുന്നു. ഓക്കെ. അത് ക്യാൻസർ ആണ്. സെക്കൻഡ് സ്റ്റേജിലായി എന്ന് പറഞ്ഞു. കീമോതെറാപ്പി കഴിഞ്ഞതിന് ശേഷം എനർജി തീരെ കുറഞ്ഞവർക്ക്. വീണ്ടും അത് ചെയ്തിരുന്നോ സർ? ഇല്ല, അതോ വേണ്ടെന്ന് വേണ്ടെന്ന് പറഞ്ഞു. പറഞ്ഞോ? ഓക്കെ. ഈ യൂട്യൂബിൽ കണ്ടിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. ഇതൊരു 15 ദിവസം കഴിക്കാൻ പറഞ്ഞു. മാറ്റങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. മാറ്റങ്ങളുണ്ടായി. ചേഞ്ചസ് എന്ന് പറയുമ്പോ എന്തൊക്കെ മാറ്റങ്ങളാന്ന് പറയാമോ? അത് കുറേശ്ശെ വിശപ്പൊക്കെ അനുഭവപ്പെടാൻ തുടങ്ങി. ഹാഫ് ഇഡലിയെ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ഇപ്പോ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. സാറിന്റെ അമ്മയ്ക്ക് ഗർഭാശയത്തിലല്ലായിരുന്നോ മുഴ? അതിനുശേഷം ഉണ്ടായ മാറ്റങ്ങള് നിങ്ങൾ എങ്ങനെ കണ്ടുപിടിച്ചത്? ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്നതിന് മുമ്പ് എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു അമ്മയ്ക്ക്? വയറ് വൈറ്റ് ഡിസ്ചാർജ്. അതെ, വയറുവേദന വന്നായിരുന്നു. അവിടെ പോയി കാണിച്ചപ്പോ ടെസ്റ്റ് ചെയ്തു. ഹൈദരാബാദ് ലാബിലേക്ക് അയച്ചായിരുന്നു. അവിടെ ഒരു ക്യാൻസർ ഹോസ്പിറ്റൽ ഉണ്ടെന്ന് പറഞ്ഞിട്ട് തിരുപ്പതിക്ക് പോയായിരുന്നു. തിരുപ്പതിയിലെത്തിയിട്ട് അവര് സ്കാനൊക്കെ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു പിന്നെ കീമോ കൊടുക്കണം, റേഡിയേഷൻ ചെയ്യണം എന്നൊക്കെ. പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ കുറേ പേരെടുത്ത് അന്വേഷിച്ചപ്പോൾ അവരെല്ലാവരും പറഞ്ഞു ശരീരം വീക്കാവും, ബുദ്ധിമുട്ടാണെന്നൊക്കെ. അപ്പോഴാണ് ഞാൻ യൂട്യൂബിൽ നോക്കിയത് വേറെ എന്തെങ്കിലും മാർഗം ഉണ്ടോന്നൊക്കെ. അങ്ങനെ ഞാൻ അമ്മയോട് ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു പോയി നോക്കാമെന്നൊക്കെ. അങ്ങനെ ഞാൻ അമ്മയുമായി ഇങ്ങോട്ട് വന്നു. ടാബ്ലറ്റ് ഒക്കെ വാങ്ങി. 15 ദിവസം കഴിഞ്ഞപ്പോൾ മാറ്റമുണ്ടെന്നൊക്കെ അമ്മ തന്നെ പറഞ്ഞു. ഓക്കെ. സാർ, എത്ര നാളായി അമ്മയ്ക്ക് ഈ പ്രോബ്ലംസ് ഒക്കെ ഏതാണ്ട് തുടങ്ങിയിട്ട്? 1 വർഷമായി ഇപ്പോ. ഇതിനു മുമ്പ് ആയുർവേദ മെഡിസിൻ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ. ഫസ്റ്റ് ടൈം ഇവിടെയാണല്ലേ വരുന്നത്? ഇതിനു മുമ്പ് അലോപ്പതി, അങ്ങനെയുള്ള ഹോമിയോ മെഡിസിൻ ട്രീറ്റ്മെന്റ് ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല. ഇല്ലല്ലേ? ഇല്ല. ഓക്കെ. ഇപ്പൊ നിങ്ങൾ 1 മാസമായല്ലേ ഇവിടുന്ന് മെഡിസിൻ കഴിക്കാൻ തുടങ്ങിയിട്ട്? ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ എങ്ങനെയാ? ഡയറ്റീഷ്യൻ പറയുന്നതാണോ ഫോളോ ചെയ്യുന്നത്? അതെ. ആണോ? അവര് പറയുന്നത് പോലെ ഡയറ്റീഷ്യന്റെ തന്നെയാണ് ഞങ്ങൾ ചാട്ടാണല്ലേ? ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലല്ല, എരിവൊന്നും കഴിക്കാറില്ല. ജ്യൂസ് അങ്ങനെ അവര് പറയുന്നത് പോലെ തന്നെയാണ് ഞങ്ങൾ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. അതെ. ഓക്കെ സാർ, ധൈര്യത്തോടെ ഇരുന്നോളൂ. ഡോക്ടറെ കണ്ടിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോളോ ചെയ്തോളൂ. അസുഖം ഭേദമായതിനു ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.